കേരളത്തിൽ 7.5 വർഷക്കാലം കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിനെ സഹായിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ബഹുമാനപ്പെട്ട ഗവർണർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്, ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും പ്രഖ്യാപിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിമിനൽ അദ്ദേഹത്തിന് സ്ഥിരം വാക്കാണ്, ബ്ലഡി റാസ്കൽ അദ്ദേഹത്തിന് സ്ഥിരം വാക്കാണ്, ബ്ലഡി കണ്ണൂർ എന്നിവ നിരന്തരമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയിലെ ഏത് വകുപ്പാണ് ഗവർണർക്ക് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഗവർണർ ജനങ്ങളെയും കേരളത്തിലെ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഗവർണർ ഭരണഘടനാപരമായി ഭരണത്തലവനാണ്, അതിനാൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാമെന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അതൊന്നും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതുപോലൊരു ഗവർണർ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കാണില്ല എന്നുള്ള കാര്യം കൂടി നാം എല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിയും അതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതിയും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഗവർണർക്ക് വേണ്ടി ഒത്താശ പിടിക്കുകയാണ്. ബി ജെ പിക്കാർക്കുള്ളതിനേക്കാൾ വലിയ ഭയഭക്തി ബഹുമാനമാണ് കേരളത്തിലെ UDF ഗവർണറുടെ കാര്യത്തിൽ കാണിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ആവശ്യത്തിന് പോലും പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്ത ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ശശി തരൂർ ഇപ്പോൾ ഗവർണറുടെ വക്കാലത്ത് പിടിക്കുവാൻ നിൽക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ നിലയിൽ കേരളത്തിൻ്റെ ഭരണത്തെ സ്തംഭനാവസ്ഥയിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി ഗവർണറും പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെന്റും ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ നവ കേരള യാത്ര പുറപ്പെടുവിച്ചിട്ടുള്ളത്.